80 ലക്ഷം, 50-50 1 കോടി. കാരുണ്യ 85 ലക്ഷം, കാരുണ്യ പ്ലസ് 1 കോടി. ശ്രീശക്തി 75 ലക്ഷം. നമസ്കാരം. ഇന്നലെ പുതിയതായി വന്ന രോഗിയാണല്ലേ, ലോട്ടറി എടുത്തെടുത്ത് ഭ്രാന്തായ സാക്ഷാൽ ശ്രീമാൻ അക്ഷയ് കുമാർ അല്ലേ? വീട്ടുകാരെ എനിക്കിട്ട പേര് കുമാരനാ. ടിക്കറ്റ് എടുത്ത് സുഖമില്ലാത്ത ഇപ്പോ കിളി പോയ എന്നെ നാട്ടുകാരെല്ലാം വട്ടം ചേർന്ന് അക്ഷയ് കുമാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതിപ്പോ ടിക്കറ്റ് എടുത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്തുന്ന ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ച അക്ഷയ് കുമാർ എന്ന സെലിബ്രിറ്റിയാണോ ഞാൻ? അതിന്റെ ഒരു കാര്യം, എന്തെങ്കിലും അവൻ എന്റെ മുമ്പിൽ വരും, അതെനിക്ക് ഉറപ്പാ. ആര്? നിർമ്മൽ, അല്ലെങ്കിൽ കാരുണ്യ, അല്ലെങ്കിൽ അക്ഷയ്. അല്ല, ഇവരൊക്കെ ആരാ? കുഞ്ഞമ്മയുടെ മക്കളാണോ? എന്റെ പൊന്നു ഗുണശീലം പാചകം ചെയ്ത് ലോകവിവരം തീരെ ഇല്ലാതായില്ലേ? ഇതൊക്കെ കേരള സംസ്ഥാന മാധ്യമ ടിക്കറ്റുകളാണെന്ന വിവരം ആർക്കാ അറിയാൻ പാടില്ലാത്ത എന്റെ ഗുണശീല. അതൊക്കെ പോട്ടെ, ഇന്ന് ചായക്ക് എന്താ കഴിക്കാൻ? ഇന്ന് രാവിലെ ചായക്ക് പുട്ടും പരിപ്പും. ഈ പുട്ടും പരിപ്പും കഴിച്ച് മടുത്തു. പുട്ടും പരിപ്പും ഈ കൊച്ചു കുട്ടികൾക്ക് വരെ വേണ്ട. പിന്നെയാണ് വട്ടമാർക്ക്. എനിക്ക് പൈസ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മെനു സംവിധാനം മൊത്തത്തിൽ അത് മാറ്റും. രാവിലെ ചായക്ക് കുഴിമന്തി, ഉച്ചക്ക് ചട്ടിച്ചോറായാലും, വൈകിട്ട് 4 മണിക്ക് അൽഫ, രാത്രി കിടക്കാതെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വട്ടന്മാർക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂലോ, അതിന് തൊട്ട് മുമ്പായിട്ട് പൊറോട്ടയും ബീഫും. എനിക്ക് മെനു അടിക്കട്ടെ. ടിക്കറ്റ് അടിച്ച് കഴിയുമ്പോ ഇവിടുത്തെ മെനു സംവിധാനങ്ങൾ മൊത്തം ഞാൻ മാറ്റും. അങ്ങനെ മാറ്റി കഴിയുമ്പോ പിന്നെ ഇപ്പൊ ഈ 40 പേരുള്ള ഈ അഭയം സ്ഥാപനത്തിൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മനോരോഗികൾ വന്നിട്ട് ഒരു 400 പേരെങ്കിലും നിറയും. പിന്നെ ഗുണശീലൻ ആരാ? 400 ഭ്രാന്തന്മാർക്ക് മറ്റു നമ്മളെ മുസ്ലിംകാരൻ. എടോ, ഈ 400 ഭ്രാന്തന്മാരുടെ സർട്ടിഫിക്കറ്റ് പോയാലുണ്ടല്ലോ, പാചകക്കലയിൽ നിപുണനായിരിക്കുന്ന പഴയിടത്തെ വരെ വലിച്ചു താഴെയിട്ടിട്ട് അടുത്ത കലോത്സവ വേദിയിൽ തനിക്ക് പാചകത്തിന് പോകാനോ? പിന്നെ ഗുണശീലൻ കേരളം അറിയപ്പെടുന്ന വലിയ പാചകക്കാരൻ. എനിക്ക് പൈസ അടിക്കട്ടെ, എന്നിട്ട് വേണം ഈ മെനു സംവിധാനം മൊത്തത്തിൽ മാറ്റാനായിട്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഒരു ദിവസം എത്ര വഴി ടിക്കറ്റ് എടുക്കും? മിനിമം 10,000, ഇല്ലെങ്കിൽ 20,000, 30,000. അത് വളരെ കുറഞ്ഞു പോയി. പൈസ ഞാൻ നോക്കാറില്ലെന്ന്. ടിക്കറ്റ് എടുക്കണം, പ്രൈസ് അടിക്കണം, അസുഖം മാറണം, അതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീരണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗുണശീലിന് ഗുണമുള്ള കാര്യങ്ങൾ. എനിക്ക് ഗുണമുള്ള കാര്യം. ഗുണശീലിന്റെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചിട്ട് കേരളത്തിലെ മൊത്തം ടിക്കറ്റ് നമുക്ക് പിടിക്കാനും. പ്രൈസ് അടിച്ചു കഴിയുമ്പോ പകുതി ഗുണശീൽ, പകുതി എനിക്ക്. എങ്ങനെയുണ്ട് എന്റെ ബിസിനസ് പ്ലാൻ? ഐഡിയ ഒക്കെ കൊള്ളാം. ഈ ആധാരം എവിടെയാ നീ പണയം വെക്കണേ? നമ്മുടെ രാജ്യം, ഈ സർവീസ് സഹകരണ രാജ്യം. ഈ ബാങ്കിലോ? ഇതല്ലാതെ. അതെ, അവിടെ ആവശ്യത്തിൽ കൂടുതൽ ആധാരം വെക്കുന്നുണ്ട്, അതെനിക്കറിയാം. അത് വച്ചിട്ട് നീ എന്റെ ആധാരമാണ് നീ കൊണ്ടുവച്ച് എന്നെ വഴി ആധാരാക്കല്ലേടാ. ഗുണശീലിന്റെ പേരിൽ മാത്രമേ ഗുണമുള്ളൂ, ആളെ കൊണ്ടൊരു ഗുണമില്ലല്ലേ? അത് പോട്ടെ, ഈ ടിക്കറ്റ് എടുക്കൽ മാത്രമേ ഉള്ളൂ, മരുന്നൊന്നും കഴിക്കണില്ല ഇതിന്. ഇത് നല്ല തമാശ. ഈ അസുഖത്തിന് ഇത് തന്നെയാണോ മരുന്ന്? ഇതല്ലാതെ വേറെ മരുന്നൊന്നുമില്ലടോ. ആദ്യകാലത്ത് ഗുണശീലിന് അറിയാൻ പാടില്ലേ, ഈ സ്ഥിരം അടിച്ച് ശീലിച്ചവർക്ക് ഒരു ചെറുത് വിട്ടില്ലെങ്കിൽ കൈയും കാലും വിറക്കുന്നു പറയുന്ന പോലെ. അതെനിക്കറിയാം. അതുപോലെയാണ് തട്ടയിലെ ടിക്കറ്റ് കാണുമ്പോ എന്റെ കാല് കിടന്നോട് പിടപിടയ്ക്കാൻ തുടങ്ങും. പിന്നെ ടിക്കറ്റ് എല്ലാം എടുത്ത് എന്റെ കീസയിലാക്കിയെങ്കിൽ എനിക്ക് മനസ്സമാധാനം വരുള്ളൂ. അതേണോ ഈ അസുഖത്തിന് ഇത് തന്നെയാണോ മരുന്ന്? ആദ്യകാലത്ത് അച്ഛൻ പറഞ്ഞതാ, നിന്റെ പോക്കത്ര ശരിയല്ലെന്ന്. കേട്ടില്ല, കൂട്ടാക്കിയില്ല. കൂടുതൽ പൈസക്ക് ടിക്കറ്റ് എടുത്തപ്പോ കൂടുതൽ നഷ്ടങ്ങളുണ്ടായി. ഇതിനിടയിൽ എപ്പോഴും ഞാനൊരു മാനസിക രോഗിയായി. സുഖമല്ലെന്ന് അറിഞ്ഞപ്പോഴാ എൻ്റെ ഭാര്യ അന്വേഷിച്ചു പോയി. എൻ്റെ കുടുംബം, ജീവിതം ഒക്കെ എനിക്ക് നഷ്ടമായി. ഇനിയിപ്പോ അക്ഷയ് കുമാർ അല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ മുമ്പിൽ വെറൊരു കോമാളി. അതേടോ ഈ അസുഖത്തിന് ഇത് തന്നെയാണ് മരം. ഇതല്ലാതെ വേറൊരു മരത്തില്ല.
ലോകത്തിലെ ആദ്യത്തെ ഭ്രാന്തൻ. കഷ്ടം. ഏത് നിമിഷവും ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായേക്കാം. അത് തടുക്കാമെന്ന ബ്ലാക്ക് കാറ്റ് കമാൻഡ് ആണ് ഞാൻ. എടാ കരിമ്പൂച്ചേ, ഈ ഭ്രാന്താശുപത്രിയിൽ ആരെങ്കിലും ഭീകരാക്രമണത്തോ? നീ കരിമ്പൂച്ചയല്ല, കണ്ടംപൂച്ച. കണ്ടംപൂച്ച. ചൂളം വിളി ശബ്ദം കേൾക്കുന്നില്ലേ? ആരോ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്. അതെ, ചൂളം വിളിയൊന്നുമല്ല, അടുക്കളയിൽ കുക്കറിന്റെ വിസിലാ, ഉച്ചക്കലത്തെ ഞം ഞം ആണോ? ആ. ഞങ്ങൾ ബ്ലാക്ക് കാറ്റുകളെ ഏത് ശബ്ദം കേട്ടാലും ഒന്ന് സംശയിക്കും. അതാണല്ലോ ഞങ്ങളുടെ രീതി. അല്ല ബ്ലാക്ക് കാറ്റ്സ്, എനിക്കൊരു സംശയം. നിങ്ങളെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? ബ്ലാക്ക് ടൈഗറിനോ ബ്ലാക്ക് ഡോഗെന്നോ വിളിച്ചാ പോരെ? മിസ്റ്റർ കുണശീലൻ, ഞങ്ങൾ ബ്ലാക്ക് കാറ്റുകൾ പൊതുവെ നല്ല ആരോഗ്യ ശരീരമുള്ളവരൊക്കെ ആണെങ്കിലും ഇച്ചിരി മണ്ടന്മാരെ. അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ഈ തോക്ക് ഉപയോഗിച്ച് എത്ര പേരെ കൊല്ലാൻ പറ്റും? ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോ 3, ചിലപ്പോ 4. അത് ശത്രുക്കളുടെ എണ്ണം പോലെ ഇരിക്കും. ഏതായാലും സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആലുവ മണപ്പുറത്തുനിന്ന് 26 രൂപയ്ക്ക് മേടിച്ചതല്ലേ, കേടാവാതെ നോക്കണം. പുറത്തൊരു വണ്ടിയുടെ ശബ്ദം. ശത്രുക്കൾ അവരെത്തിക്കഴിഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മിസ്റ്റർ ഗുണശീലൻ, പുറത്ത് പല വെടിശബ്ദങ്ങളോ ബോംബിന്റെ ശബ്ദങ്ങളോ കേട്ടെന്ന് വരാം. അതൊന്നും കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരരുത്. ഇവിടെ കമഴ്ന്ന് കിടന്നോളാം. കമഴ്ന്ന് തന്നെ കിടക്കണോ? മലർന്ന് കിടന്നാലും പോരെ? എനിക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. മലർന്നൊരിക്കലും കിടക്കരുത്. അത് അപകടമാണ്. എന്ത് അപകടം? എടോ, മലർന്ന് കിടന്ന് തുപ്പി അത് മുഖത്ത് വീഴില്ലേ? വൃത്തികേടോ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇവന്റെ ഭ്രാന്ത് മാറണമെങ്കിൽ പള്ളിവാസലിലെ കറണ്ട് മുഴുവനും അടുപ്പിക്കണം, അല്ലെങ്കിൽ ഇവന്റെ തലച്ചോറ് മാറ്റി വെക്കണം. ആനപ്പിണ്ടം ഇതാ ആനപ്പിണ്ടം. എടാ, ഇത് ചേനയാണ്, ചേനപ്പിണ്ടം. ഓ, ചേനപ്പിണ്ടം. എന്നാലൊരു സംശയം. ഈ ആനപ്പിണ്ടം അവിൽമേ ബനായക ഇസേരി ബനായക? നീയേ തൽക്കാലം ഒന്നിനുണ്ട 4 ആക്കിയോടെ മുറിക്കുക. എന്നിട്ട് ഓരോ കഷ്ണം എടുത്ത് മേല് മുഴുവൻ അങ്ങോട്ട് തേക്ക. അപ്പൊ നന്നായിട്ട് ചൊറിയുമ്പോ മാന്തി നിന്റെ ഭ്രാന്ത് മാറും. ഭ്രാന്ത് മാറും. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഓക്കേ. സത്യശീലന്റെ അച്ഛനാ. എന്തെങ്കിലും ശീലനാവട്ടെ, എന്തെങ്കിലും ആവട്ടെ. എന്ത് പറ്റി മാഷേ? ഞാനത് എങ്ങനെ പറയും എന്റെ ഗുണശീല? മൊത്തം പ്രശ്നമായി. പറ, എന്താ പറ്റിയേ? ഇന്നലെ നമ്മുടെ വെണ്ണില ചന്ദനൊക്കെ നമ്മുടെ കായലിൽ. ഓ മൈ ഗോഡ്, നാളെ മുതൽ നമ്മൾ എങ്ങനെ നിലാവ് കാണും? നമുക്ക് നേവിയെ വിളിച്ചാലോ? നേവി വിളിച്ചോടൊന്നൊരു കാര്യമില്ല ഗുണശീല. നമുക്ക് വേറെന്തെങ്കിലും മാർഗം ആരംഭിക്കാം. നമുക്ക് 2 കുഞ്ഞിളം കൈകിട്ടിയാൽ അങ്ങ് കോരിയെടുക്കാമായിരുന്നു. ഓ, ആ കുഞ്ഞിളം കൈ വെച്ച് കോരിയെടുക്കുമ്പോ സാറിന്റെ മുഖത്തുണ്ടാവുന്ന വിഷമവും വൈക്ലഭ്യമൊക്കെ ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്നു. സാറേ സംഗീത ലോകത്തെ മഹാ അത്ഭുതം തന്നെയാണ്. സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. അസാമാന്യ കഴിവ് തന്നെ. അല്ലെങ്കിലും കഴിവുള്ളവർക്ക് ഈ രാജ്യത്തെ യാതൊരു അംഗീകാരവുമില്ല ഗുണശീല. നീയെങ്കിലും എന്റെ കഴിവ് അംഗീകരിച്ചല്ലോ. അതിനകത്ത് എനിക്ക് നിന്നോട് നന്ദിയും സ്നേഹവും. എത്ര കഴിവുണ്ടായിട്ട് എന്താ കാര്യം? പുള്ളിയും തേവലല്ലാത്ത മ്ലേച്ഛന്മാരെ ആരംഗീകരിക്കാനാ? താങ്കൾ കുളിച്ചിട്ട് എത്ര മിനിറ്റായി? എനിക്ക് കുളിയിലും ദേവാലയത്തിലൊന്നും ഒരു വിശ്വാസമില്ല തിരുമേനി. പിന്നെ എന്റെ ജീവിതം സംഗീതം മാത്രം. ആയിക്കോട്ടെ. തിരുമേനിക്ക് കുളിക്കാൻ വേണ്ടി നാം ഒരു ശാസ്ത്രീയ സംഗീതം അങ്ങ് പാടിത്തരാം. ആയിക്കോട്ടെ, പാടുക. സ്വാമിനാഥ പരിപാലയ സുമാം സപ്രകാ
वल्लीश गुरुमुख देव हे नेश स्वामी दास परिदास या गुरुमुख देव പാട്ട് കേട്ട് ഭ്രാന്ത് പറയുന്നുണ്ട്. പാട്ട് കേട്ട് ഭ്രാന്ത് വരണമെങ്കിൽ എള്ള പാട്ട് കേട്ടാ മതി. बुरा अच्छा है बुरा अच्छा है ये जहर है ആ എനിക്കറിയാം മാഷേ. ഇഡലി വിഷമാണ്, ദോശ വിഷമാണ്. ഏതായാലും വന്നിട്ടിരിക്കേ കുറച്ച് കുറുക്കുറെ ഇരിക്കുന്നതാ. ये बात देगा पूरा खाओ इडली जहर है कुरकुरा ही अच्छा है पूरा खाओ इडली जहर है ഓ ദേഹമുള്ള ഭ്രാന്തൻ. കാലിക്കവർ വന്നിട്ട് പോയിക്കണോ? ദുഷ്ടനാ, പരമദുഷ്ടൻ.